നമസ്കാരം. 2026 പത്മശ്രീ പുരസ്കാരങ്ങളിൽ നക്സൽ ബാധിത മേഖലയിലെ പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തിൻ്റെ ശ്രദ്ധ നേടിയ വനിത. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ നിന്നുള്ള ഡോക്ടർ ബുദ്രി താതി ആദിവാസി ജനവിഭാഗങ്ങൾക്കിടയിൽ ബെഡി ദീദി എന്നറിയപ്പെടുന്നു. 4 പതിറ്റാണ്ടിലേറെയായി റോഡോ വൈദ്യുതിയോ പോലുമില്ലാത്ത നിരന്തരം ഭീഷണികൾ നിറഞ്ഞ ഉൾഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസവും സ്ത്രീ ശാക്തീകരണവും എത്തിക്കാൻ പോരാടിയ വ്യക്തി. തോക്കുകളും വെടിയൊച്ചകളും മാത്രം കേട്ടിരുന്ന ഒരു നാട്ടിലേക്ക് അറിവിൻ്റെ വെളിച്ചവുമായി കടന്നു ചെല്ലാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടാകും? അതും ഒരു സ്ത്രീ ഒറ്റയ്ക്ക്. ആദിവാസികളുടെ ബെഡി ദീദി, നക്സൽ ബാധിത മേഖലയിൽ മാറ്റത്തിൻ്റെ വിത്ത് പാകിയ ഡോക്ടർ ബുദ്രി താതി 2026 പത്മശ്രീ പുരസ്കാരത്തിൽ തിളങ്ങിയ ഇന്ത്യയുടെ വീരപുത്രി. ഭീഷണികൾക്കും പ്രതിസന്ധികൾക്കും മുന്നിൽ തളരാതെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അക്ഷരവെളിച്ചം നൽകിയ വനിത. അടിസ്ഥാന സൗകര്യമോ റോഡുകളോ വൈദ്യുതിയോ പോലും ഇല്ലാത്ത ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖല നക്സൽ ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു നാട്ടിലെ പെൺകുട്ടികളെ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ പഠിപ്പിച്ച ഡോക്ടർ ബുദ്രി താതി കഴിഞ്ഞ 40 വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഇടം. മാറ്റത്തിൻ്റെ മാറ്റലുകൾ കൊണ്ടുവരാൻ തടസ്സമായ നക്സൽ ഭീഷണികളെ വകവയ്ക്കാതെ കാടുകയറിയവൾ. പെൺകുട്ടികളുടെയും ഗോത്രവർഗക്കാരുടെയും വിദ്യാഭ്യാസത്തിനായി സ്കൂളുകൾ സ്ഥാപിച്ചു. സ്ത്രീകളെ സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും നടത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങിയ ധന്യ നിമിഷത്തിൽ ഏവർക്കും പറയാം ആൻ അൺസങ് ഹീറോ എന്ന്.